ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മോഡൽ എക്സാം ചെയ്തിരുന്നു. 100 മാർക്കിൻ്റെ എക്സാമാണ്. ഇന്നും അതുപോലൊരു എക്സാമാണ് നടത്താൻ പോകുന്നത്. 100 മാർക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് മാർക്ക് നോട്ട് ചെയ്ത് വെക്കുക. നെഗറ്റീവ് അടക്കം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം മാർക്ക് ഓരോരുത്തർക്കും കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ചോദ്യം വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വീഡിയോ ലോങ് ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം NCSE ആണ്. ഡേറ്റ് അതായത് ടെസ്റ്റ് നടന്ന ഡേറ്റ് 15/2/2023 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മൗണ്ട് K2 ഓൾസോ നോൺ ആസ് ഗോഡ്വിൻ ഓസ്റ്റിൻ ദ ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ ഈസ് ഇൻ ദ. അതായത് മൗണ്ട് K2 എന്ന് പറയുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. അത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്കാണ്. ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, കാരക്കോറം റേഞ്ച് ആണ്. കാരക്കോറം റേഞ്ച്. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ഓർ വേർ ദ എക്കണോമിക് ക്രിട്ടിക് ഓർ ക്രിട്ടിക്സ് ഓഫ് കൊളോണിയലിസം ഇൻ ഇന്ത്യ? Who among the following was or were the economic critic or critics of colonialism in India? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 1, 2, 3 ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഓക്കെ. New-Delhi's Rajpath, the road from Rashtrapati Bhavan to India Gate, is renamed as. New-Delhi's Rajpath, the road from Rashtrapati Bhavan to India Gate, is renamed as. Answer option C, Kartavya Pad. Consider the following statements. Which of the above statements is or are correct? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്? സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാൻ സമയം വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, വായിച്ചിട്ട് വിശദമായി വായിച്ചിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ. ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3, 4. അതായത് ദ ഫസ്റ്റ് 5-year പ്ലാൻ ഇൻ ഇന്ത്യ വാസ് ലോഞ്ച്ഡ് ഇൻ 1951. പിന്നെ 12th 5-year പ്ലാൻ ഈസ് കൺസിഡേർഡ് ആസ് ദ ലാസ്റ്റ് 5-year പ്ലാൻ ഓഫ് ഇന്ത്യ. പിന്നെ വരുന്നത് ഓൺ 1st January 2015 ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് among the following states has highest population density as per census 2011? Which among the following states has highest population density as per census 2011? ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ബീഹാർ ആണ്. ബീഹാർ. ഓക്കെ, ബീഹാർ ആണ്. വിച്ച് among the following is or are tributaries of river Periyar? Tributaries of river Periyar. Which of the above is or are correct? അതായത് പെരിയാറിൻ്റെ പോഷക നദികളിൽ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഏതാ? 2, 3, 4 മുതിരപ്പുഴ, എടമലയാർ, മംഗലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? വർക്കും ഓദറും കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. സമയം എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ആൻസർ ഞാൻ പറയുകയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഏതാ? 3, 4 ഏതാ? ക്രിസ്തുമത നിരൂപണം ചട്ടമ്പി സ്വാമികളും പിന്നെ ജാതിക്കുമ്മി പണ്ഡിറ്റ് KP കറുപ്പനുമാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയതുകൊണ്ട് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു വക്കം അബ്ദുൽ ഖാദർ മൗലവി. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 3 exhorted the Muslims to discard all un-Islamic practices. പിന്നെ advised the Muslims to take Western education. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് വായിച്ച് നോക്കുക, അതിനുശേഷം ആൻസർ മാർക്ക് ചെയ്യാം. ആൻസർ പറയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. വാഗ്ബടാനന്ദ വാസ്
ദ ഫൗണ്ടർ ഓഫ് സമത്വ സമാജ. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ വാസ് ദ ഫസ്റ്റ് ടു മേക്ക് മിറർ കോൺസെൻട്രേഷൻ കണ്ണാടി പ്രതിഷ്ഠ ഇൻ സൗത്ത് ഇന്ത്യ. തൈക്കാട് അയ്യ സ്വാമി ഫൗണ്ടഡ് ദ ശൈവ പ്രകാശ സഭ അറ്റ് ട്രിവാൻഡ്രം. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എസ്റ്റാബ്ലിഷ്ഡ് എ സാൻസ്ക്രിറ്റ് സ്കൂൾ അറ്റ് മന്നാനം ഇൻ കോട്ടയം. Mikhail Gorbachev, who passed away recently, was the former president of. Mikhail Gorbachev, who passed away recently, was former president of. Answer option C, Soviet Union ആണ്. Who is the father of? അടുത്ത ക്വസ്റ്റ്യൻ, who is the father of modern day computers? Who is the father of modern day computers? Answer option B ആണ് ചാൾസ് ബാബേജ്. Which is the smallest unit of memory in a computer? Which is the smallest unit of memory in a computer? Answer option C ആണ് bit. Which is an application software among the following? Which is an application software among the following? ആൻസർ ഓപ്ഷൻ സി MS Excel ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഓക്കെ. ദ മെയിൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് യൂസ്ഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വാസ്. ദ മെയിൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് യൂസ്ഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വാസ്. ആൻസർ ഓപ്ഷൻ എ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഹൗ മെനി ബിറ്റ്സ് ഇൻ എ ബൈറ്റ്? ഹൗ മെനി ബിറ്റ്സ് ഇൻ എ ബൈറ്റ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 8. ഗൂഗിൾ ക്രോം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വെബ് ബ്രൗസർ. വാട്ട് ഈസ് ദ ഡെസിമൽ ഇക്വാലൻറ്റ് ഓഫ് ദ ബൈനറി നമ്പർ 1101? 1101ൻ്റെ ബൈനറി നമ്പറിൻ്റെ ഡെസിമൽ ഇക്വാലൻറ്റ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 13. വാട്ട് ഈസ് ദ ഹെക്സാ ഡെസിമൽ ഇക്വാലൻറ്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 1575? 15.75. ആൻസർ ഓപ്ഷൻ സി ആണ് FC. Which of the following natural element is the primary element in computer chip? Which of the following natural element is the primary element in computer chip? Answer option A ആണ് silicon. Which of the following is an input device? Which of the following is an input device? Answer option C OMR ആണ്. How many bytes does 2 kilobytes represent? How many bytes does 2 kilobytes represent? Answer option A 2048. What is the speed of computer measured in? What is the speed of computer measured in? Answer option A ആണ് gigahertz. What is the full form of SCSI? SCSIൻ്റെ full form എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്മോൾ കമ്പ്യൂട്ടർ സ്റ്റാൻഡേർഡ് ഇൻ്റർഫേസ്. സ്മോൾ കമ്പ്യൂട്ടർ സ്റ്റാൻഡേർഡ് ഇൻ്റർഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not an application software? Which of the following is not an application software? Answer option A ആണ് Windows 7. അടുത്ത ക്വസ്റ്റ്യൻ, which facility in MS Word enables us to send same letter to different persons? Which facility in MS Word enables us to send same letter to different persons? Answer option B mail merge. Answer option B ആണ് mail merge. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ MS Word the shortcut key Ctrl+P is used for. Ctrl+P എന്ന് പറയുന്ന ഷോർട്ട് കട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻ MS Word ഷോർട്ട്കട്ട് കീ Ctrl+P എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഓപ്പൺ പ്രിന്റ് ഡയലോഗ് ബോക്സ്. ഇൻ MS Word പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ആർ. MS Wordൽ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പേജ് ഓറിയന്റേഷൻ. ഇൻ MS Word the shortcut key to copy selected text is. In MS Word the shortcut key to copy selected text is. Answer option B Ctrl+C. Which of the following is not a font style? താഴെ തന്നിട്ടുള്ളതിൽ ഫോണ്ട് സ്റ്റൈൽ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സബ്സ്ക്രിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്റ്റ്. To select all text in MS Word document. To select all text in MS Word document. Answer option A ആണ് Ctrl+A. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് എ വേർഡ് ഡോക്യുമെൻറ്റ് ഡിസ്പ്ലേസ് ഇൻ.
അതായത് വേർഡ് ഡോക്യുമെൻ്റ് നെയിം എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ടൈറ്റിൽ ബാർ. ഫോർമാറ്റിംഗ് ഇൻ എം എസ് വേർഡ് ഈസ് പെർഫോംഡ് ഓൺ. ഫോർമാറ്റിംഗ് ഇൻ എം എസ് വേർഡ് ഈസ് പെർഫോംഡ് ഓൺ. ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് 1 and 2. ടെക്സ്റ്റ് ടേബിൾ, ടെക്സ്റ്റിലും ടേബിളിലുമാണ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കീ യൂസ്ഡ് ടു ഓപ്പൺ ഹെൽപ്പ് വിൻഡോ ഇൻ എം എസ് വേർഡ് ഡോക്യുമെൻറ്റ്. ഫംഗ്ഷൻ കീ യൂസ്ഡ് ടു ഓപ്പൺ ഹെൽപ്പ് വിൻഡോ ഇൻ എം എസ് വേർഡ് ഡോക്യുമെൻറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ് F1. In MS Word, we can insert a page number at. In MS Word, we can insert a page number at. Answer option C ആണ് both 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ, MS Excel ഈസ് എ പവർഫുൾ. MS Excel എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്പ്രെഡ്ഷീറ്റ് പാക്കേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കീ ടു സെലക്ട് ആൻ എൻറ്റയർ കോളം ഇൻ MS Excel. Shortcut key to select an entire column in MS Excel. Shortcut key to select an entire column in MS Excel. Answer option A, control plus space bar ആണ്. The intersection of row and column on a worksheet is called. The intersection of row and column on a worksheet is called. Answer cell ആണ്, ഓപ്ഷൻ എ ആണ്. Which of the following is not a valid function in MS Excel? Which of the following is not a valid function in MS Excel? ആൻസർ ഓപ്ഷൻ ബി ആണ് സബ്സ്ക്രിപ്റ്റ് ആണ്, സബ്ട്രാക്റ്റ് ആണ്. സബ്ട്രാക്റ്റ് ആണ്, ഓപ്ഷൻ ബി ആണ് വാലിഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമ്പിൾ ഈസ് യൂസ്ഡ് ടു എൻ്റർ ഫോർമുല ഇൻ MS Excel സെൽ. അതായത് MS Excel സെല്ലിൽ ഒരു ഏത് സിമ്പിളാണ് ഫോർമുല എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഈക്വൽ ടു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് MS Excel ഫോർമുല സം SQ 3 4 5? ആൻസർ ഓപ്ഷൻ ബി ആണ് 50. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്ലോസ് ദ വിൻഡോ ഓഫ് MS Excel? വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്ലോസ് ദ വിൻഡോ ഓഫ് MS Excel? ആൻസർ ഓപ്ഷൻ എ ആണ് Alt plus F4. ആൻസർ ഓപ്ഷൻ എ Alt plus F4. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ പ്രസൻറ്റേഷൻ? വിച്ച് ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ പ്രസൻറ്റേഷൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ് MS PowerPoint. In PowerPoint, the dotted areas in an empty slide are called. In PowerPoint, the dotted areas in an empty slide are called. Answer option A ആണ് placeholders. Which function key is used to start PowerPoint slideshow? Which function key is used to start PowerPoint presentation slideshow? Answer option D ആണ് F5. Which shortcut key is used to stop the slideshow? Which shortcut key is used to stop slideshow? Answer option A, escape key. Which function key is used for checking the spelling PowerPoint? സ്പെല്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് സ്പെല്ലിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് F7. ആൻസർ ഓപ്ഷൻ എ ആണ് F7. In PowerPoint, from which menu can access picture, chart, etc.? In PowerPoint, from which menu you can access picture, chart, etc.? Answer option C, insert ആണ്. Which of the following is the default page setup orientation of slide in PowerPoint? PowerPointൽ ഡിഫോൾട്ട് ആയിട്ടുള്ള പേജ് സെറ്റപ്പ് ഓറിയൻറ്റേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലാൻഡ്സ്കേപ്പ്. ASCII സ്റ്റാൻഡ്സ് ഫോർ, ASCIIൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്? കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അലൻ ട്യൂറിംഗ്. Who was the first author to submit typewritten book manuscript? Who was the first author to submit typewritten book manuscript? Answer option B ആണ് Mark Twain. Brackets in the QWERTY keyboard can be found on the same keys as the numbers. Brackets in the QWERTY keyboard can be found on the same keys as the numbers. Answer option B ആണ് 9 and 0. What does the shift key do in keyboard? കീബോർഡിൽ shift key എന്താണ് ചെയ്യുന്നത്? Answer option C ആണ് it lets you type capital letters and symbols. The step-by-step movement of carriage is done by. The step-by-step movement of carriage is done by.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഏതാണ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ഡോഗ് ബ്ലോക്ക് ആണ്. ദ പെർസെൻറ്റേജ് സിമ്പിൾ ഈസ് അബവ് ദ നമ്പർ. The percentage symbol is above the number. Answer option A 5 ആണ്. In demi-official, to address is type on. In demi-official letter, to address is type on. Answer option D bottom left side. Who introduced shift key in the keyboard? കീബോർഡിൽ ഷിഫ്റ്റ് കീ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ റെമിംഗ്ടൺ ആണ്. The standard typewriter was introduced by. The standard typewriter was introduced by. Answer option A the Underwood Company. Guide keys in a typewriter are. ഇതിൽ ഓപ്ഷൻ ഇല്ല കേട്ടോ. ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതിൽ കറക്റ്റായിട്ടുള്ള ഇതിന് പകരം ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് മാറ്റാണ്. ഹോം കീസ് ഇൻ ടൈപ്പ്റൈറ്റർ. ഹോം കീസ് ഇൻ ടൈപ്പ്റൈറ്റർ അതേതാണെന്നുള്ളത് നോക്കുക. ആൻസർ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടുണ്ട്. ഹോം കീസ് എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ASDFN സെമിക്കോളൻ LKJ അതാണ് ഹോം കീസ്. ഗൈഡ് കീസ് എന്ന് പറഞ്ഞാൽ എയും സെമിക്കോളനുമാണ്. ഓക്കെ, ഗൈഡ് കീസ് എന്ന് പറയുമ്പോൾ 3 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. F and J ആണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എയും സെമിക്കോളനും ആണ്. F and J എന്നിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഹോം കീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ASDFും സെമിക്കോളൻ LKJയും ആണ്. ഇനി ഇതിൽ ഗൈഡ് കീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് Fഉം Jയും ആണ്. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ടച്ച് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ്? ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ടച്ച് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ്? ആൻസർ ഓപ്ഷൻ സി F.E. മെക്ഗ്യൂറിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഇതിൽ ആൻസർ കീ നോക്കിയില്ലായിരുന്നു. ഓക്കെ, ഇതിൽ ടച്ച് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? F.E. മെക്ഗ്യൂറിൻ ആണ്. പാമ്പ് എന്ന അർത്ഥം വരാത്ത പദം. പാമ്പ് എന്ന അർത്ഥം വരാത്ത പദം. ആൻസർ ഓപ്ഷൻ സി ആണ് മണ്ടൂകം. ആർജവം എന്ന പദത്തിൻ്റെ അർത്ഥം ഏത്? ആർജവം എന്ന പദത്തിൻ്റെ അർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് നിവർന്നത്. മത്സ്യം എന്ന അർത്ഥമുള്ള പദം. മത്സ്യം എന്ന അർത്ഥമുള്ള പദം. ആൻസർ ഓപ്ഷൻ എ ആണ് ശശം. കാൽ അധികം താര്, കാൽത്താര്, സന്ധി ഏത്? കാൽ അധികം താര്, കാൽത്താര്, സന്ധി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ദ്വിത്വം. ദ്വിത്വമാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഛായാണ്. ഛ. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഝ എന്ന് പറയുന്ന ഒരു വ്യഞ്ജനാക്ഷരമാണ്. ഇവിടെ സായും ഞായും ഷായും ഒക്കെ എന്താ പറയുക 2 അക്ഷരങ്ങൾ കൂടിയിട്ടുള്ള അക്ഷരമാണ്. ഓക്കെ, കത്ത് അയക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ ശരിയായ പ്രയോഗം. കത്ത് അയക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ ശരിയായ പ്രയോഗം. ആൻസർ ഓപ്ഷൻ സി ആണ് പ്രേക്ഷകൻ. നന്മ എന്ന പദത്തിൻ്റെ ശരിയായ പിരിച്ചെഴുത്ത്. നന്മ എന്ന പദത്തിൻ്റെ ശരിയായ പിരിച്ചെഴുത്ത്. ആൻസർ ഓപ്ഷൻ സി ആണ് നൽ അധികം മ. നൽ അധികം മ. കൺ അധികം നീർ, കണ്ണീർ, സന്ധി ഏതെന്ന് വ്യക്തമാക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് ആദേശം. തലമുടി എന്ന അർത്ഥം വരാത്ത പദം. തലമുടി എന്ന അർത്ഥം വരാത്ത പദം. ആൻസർ ഓപ്ഷൻ സി കഴലാണ്. ശരിയായ രൂപം ഏത്? ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കബന്ധം. കബന്ധം. ജാരൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ജാരൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ആൻസർ ഓപ്ഷൻ എ ജാരിണി. ശരിയായ രൂപം ഏത്? ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് യാദൃച്ഛികം. ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പീഡനം. അനിലൻ അലനൻ ശരിയായ അർത്ഥ ജോഡി ഏത്? അനിലൻ അനലൻ ശരിയായ അർത്ഥ ജോഡി. ആൻസർ ഓപ്ഷൻ ഡി കാറ്റ് അഗ്നി. കാറ്റ് അഗ്നി. ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസ്താവന. ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് കുയിലുകൾ പാടുകയും മയിലുകൾ ആടുകയും ചെയ്തു. എംപ്റ്റി വെസൽസ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് സൗണ്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് സമാനമായ മലയാളം പഴഞ്ചൊല്ല് ഏത്?
empty vessels make the greatest sound? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിറകുടം തുളുമ്പില്ല. ശരിയായ രൂപം ആൻസർ ഓപ്ഷൻ ബി ആണ്, ദുഗ്ധം. ഓപ്ഷൻ ബി ആണ്. ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി, നിഘണ്ടു. സൈന്ധവം എന്ന പദത്തിന്റെ അർത്ഥം സൈന്ധവം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സിന്ധുവിനെ സംബന്ധിച്ച. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ക്വസ്റ്റ്യൻസ് 1 to 4. Ferdinand Magellan was a young Portuguese noble who served at the king's court. He dreamed of sailing around the world and reaching new horizons, but he became involved in the ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് കറക്റ്റ് വെക്കട്ടെ, ഒന്നുകൂടി വായിക്കാം. ഫെർഡിനൻഡ് മെഗലൻ വാസ് എ യങ് പോർച്ചുഗീസ് നോബിൾ ഹു സെർവ്ഡ് അറ്റ് ദ കിങ്സ് കോർട്ട്. ഹി ഡ്രീം ഓഫ് സെയിലിംഗ് അറൌണ്ട് ദ വേൾഡ് ആൻഡ് റിസീവിംഗ് ന്യൂ ഹോറിസൺസ്, ബട്ട് ഹി ബിക്കെയിം ഇൻവോൾവ്ഡ് ഇൻ ദ quagmire of political intrigue and lost the king's favor. He tried to seek reconciliation, but in vain. He was dismissed from service and joined the court of the King of Spain. He later created history as the first man to circumnavigate the earth. Find the synonym of quagmire. Quagmireന്റെ സിനോണിം ഏതാണ്? quagmireന്റെ സിനോണിം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എൻറ്റാങ്കിൾമെൻ്റ് ആണ്. ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് സീക്ക്. സീക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സോട്ട്. ഫൈൻഡ് ഔട്ട് ഫ്രം ദ പാസേജ് ദ വൺ വേർഡ് ഫോർ ദ സീക്രട്ട് പ്ലാനിങ് ഓഫ് സംതിങ് ഇലിസിറ്റ് ഓർ ഡെട്രിമെൻ്റൽ. The secret planning of something illicit or detrimental. ഇതിൻ്റെ വൺ വേർഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻട്രിഗ്യൂ. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. മെഗലൻ ജോയിൻഡ് ദ കോർട്ട് ഓഫ് ദ കിങ് ഓഫ് സ്പെയിൻ. മെഗലൻ ജോയിൻഡ് ദ കോർട്ട് ഓഫ് ദ കിങ് ഓഫ് സ്പെയിൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിഡിൻ ഹി. ഇവിടെ ജോയിൻഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവാണ് വരേണ്ടത്. Choose the most suitable collective noun. A dash of lions were basking in the sun. A dash of lions were basking in the sun. Answer option C, pride ആണ്, pride. Fill in the blanks using correct option. If I had seen him, I dash to him. Speak ആണ് അവിടെ വരേണ്ടത്. If I had seen him, dash I dash him to him. Answer option C ആണ്, would have spoken. Choose the idiom with the same meaning as the underlined words. The collapse of bank was totally unexpected. അൺഎക്സ്പെക്റ്റഡിൻ്റെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഷീ സെഡ് ഐ എയ്റ്റ് ദ പോപ്കോൺ. റിപ്പോർട്ടഡ് സ്പീച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഐ എയ്റ്റ് ദ പോപ്കോൺ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ഈറ്റൺ ദ പോപ്കോൺ. Choose the correct phrasal verb to fill in the blanks. He is so rude that it is difficult to dash his behavior. ഇവിടെ കറക്റ്റ് ഫ്രേസൽ വെർബ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഈസ് സോ റൂഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് ഹിസ് ബിഹേവിയർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പുട്ട് അപ്പ് വിത്ത്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഗിവൺ ബിലോ. കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 90. ചേഞ്ച് ദ വോയിസ്. ഹൂ ബ്രോക്ക് ദ വിൻഡോ. ഹൂ ബ്രോക്ക് ദ വിൻഡോ. വോയിസ് ചേഞ്ച് ചെയ്യാനാണ്, പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബൈ ഹൂം വാസ് ദ വിൻഡോ ബ്രോക്കൺ. ബൈ ഹൂം വാസ് ദ വിൻഡോ ബ്രോക്കൺ. Fill in the blanks using the correct form of the verb given in the bracket. The coach as well as the players dash come. ബി ഫോം ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ ഫിൽ ചെയ്യാനാണ്. ദ കോച്ച് ആസ് വെൽ ആസ് ദ പ്ലെയേഴ്സ്
ആൻസർ ഓപ്ഷൻ എ ആണ്, ഈസ് ആണ്. അവിടെ കോച്ച്, അതായത് ആസ് വെൽ ആസ് വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം വെർബ് പ്രയോഗിക്കാൻ. ഇവിടെ ദ കോച്ച് എന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് വരേണ്ടത്, ആൻസർ വരേണ്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ദ ബെൽ ഡാഷ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. ദ ബെൽ റിംഗ്, റിങ്ങിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാഡ് റൺ. Read the sentence given below to find out if there is any grammatical error in it. The error, if any, will be the one part of the sentence. If there is no error, mark the answer as D. അതായത് ഇവിടെ ഒരു സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും പാർട്ടിൽ ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ അത് ഏതാണെന്നും, അല്ലെങ്കിൽ അതിൽ ഗ്രാമാറ്റിക്കൽ എറർ ഇല്ല എന്നുണ്ടെങ്കിൽ ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോ എറർ. അതായത് ഇവിടെ എറർ ഒന്നും ഇല്ല. Fill in the blanks using correct articles. I am dash Indian by birth, not dash European. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻ. അതായത് ആൻ ഇന്ത്യൻ, എ യൂറോപ്യൻ. അതാണ് കറക്റ്റ് ആൻസർ. Fill in the blanks using correct preposition. India won independence in August. അവിടെ ഇത് പറഞ്ഞുപോയി. ഇന്ത്യ വൺ ഇൻഡിപെൻഡൻസ് ഡാഷ് ഓഗസ്റ്റ് 15, 1947. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺ ആണ്. ഓക്കെ. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അതായത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, കറക്റ്റ് സെൻറ്റൻസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, യുവർ നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ. യുവർ നീഡ് ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ. എ സെൻറ്റൻസ് ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ, റീഅറേഞ്ച് ഇറ്റ് ടു ഫോം എ മീനിങ് സെൻറ്റൻസ്. മീനിങ് സെൻറ്റൻസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ചൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഞാൻ ആൻസർ ഇപ്പോൾ പറയും, അപ്പോൾ നിങ്ങളിതൊന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ആൻസർ കറക്റ്റ് നോക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3, 2, 4, 1. അതായത് JK റോളിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏത് ഇതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ JK റോളിംഗ്സ് ബെസ്റ്റ് സെല്ലിംഗ് നോവൽ അബൌട്ട് ദ ബോയ് വിസാർഡ് ഹാരി പോട്ടർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ചിൽഡ്രൻസ് ബുക്ക് ഓഫ് ഓൾ ടൈം. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അതായത് ഈ സെൻറ്റൻസിൽ, താഴെ തന്നിട്ടുള്ള ആ സെൻറ്റൻസിൽ ഏതൊക്കെ വേർഡ്സ് ആണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? സമാധാനത്തിൽ നോക്കുക. ഇതിൽ ഏതെങ്കിലും വേർഡ്സ് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷീ മൗണ്ട് എവറസ്റ്റ് മൺഡേ. ഷീ മൗണ്ട് എവറസ്റ്റ് മൺഡേ, അതാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. ചൂസ് ദ റൈറ്റ് വേർഡ് ടു ഫിറ്റ് ദ ബോത്ത് സെൻറ്റൻസസ്. അതായത് രണ്ട് സെൻറ്റൻസിനും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡോഗ് ഹാഡ് എ ലൗഡ് ഡാഷ്. ദ ഡാഷ് ഓഫ് tree was very rough. Okay, the dog had a loud dash. The dash of the tree was very rough. ഇതിന് രണ്ടിനും സ്യൂട്ടബിൾ ആവുന്ന വേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാർക്ക്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഇത് 2 എക്സാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എക്സാം കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് പഠിക്കുക, ആൻസേഴ്സ് കേട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു മാർക്ക് തന്നെ വരുന്ന എക്സാമിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.